ലോർഡ്. എൻ്റെ ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ദൈവത്തിന് മഹത്വം, എൻ്റെ ദൈവത്തിന് സ്തുതി, എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് ആരാധന എന്ന് വിശുദ്ധ ദിവസം, സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന ദിവസം, വിശുദ്ധന്മാരായിരിക്കുന്ന ദൈവവേദങ്ങൾ ഹാലലുയ ദൈവമക്കൾ പറയും, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എന്നെ വഴി നടത്തുവാൻ ശക്തനെന്ന്. ഹാലലുയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഹാലലുയ കാണുന്ന ഓരോ വചനവും ഓരോരുത്തർക്കും വ്യക്തിപരമായി ഞാൻ പറയുകയാണ്. ഹാലലുയ വ്യക്തിപരമായി ഏറ്റെടുക്കാവുന്നതാണ്. ഹാലലുയ. എൻ്റെ ദൈവം എന്ന് പറയുവാൻ എനിക്ക് കഴിയണമെങ്കിൽ ആ ദൈവം എന്നിൽ കാണണം, ആ ദൈവത്തിൻ്റെ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ നടക്കണം, ആ ദൈവത്തിൻ്റെ ഹാലലുയ കൽപ്പനകൾ ഞാൻ അനുസരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഈ ദൈവം എൻ്റെ ദൈവമെന്ന്. ഹാലലുയ. ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് എഴുതിയ ഒരു പാട്ടിൻ്റെ 2 വരികൾ ഹാലലുയ ദൈവസനിൽ പാടുകയാണ്. എൻ്റെ ദൈവം എത്രയോ നല്ലവൻ, എൻ്റെ ദൈവം എത്രയോ വലിയവൻ, എൻ്റെ ദൈവം എത്രയോ നല്ലവൻ, എൻ്റെ ദൈവം എത്രയോ വലിയവൻ, എൻ്റെ ദൈവത്തെ പോൽ ആരുമില്ല, എൻ്റെ ദൈവത്തെ പോൽ ആരുമില്ല, മുമ്പില്ല ഇപ്പഴില്ല ഇനിമേലുമില്ല, മുമ്പില്ല ഇപ്പഴില്ല ഇനിമേലുമില്ല. ഹാലേലുയാ ഹാലേലുയാ. ക്രിസ്തീയ ജീവിതം എത്രയാനന്ദം. ഹാലേലുയാ ഹാലേലുയാ. ക്രിസ്തീയ ജീവിതം എത്രയാനന്ദം. ആ ദൈവഭക്തൻ എഴുതാൻ കാരണമുണ്ട് കേട്ടോ. കഷ്ടങ്ങളാൽ ഭാരങ്ങളാൽ ഞാൻ അലഞ്ഞപ്പോൾ, ലക്ഷ്യമില്ലാത്തോണി പോലെ ഞാൻ വലഞ്ഞപ്പോൾ, കഷ്ടങ്ങളാൽ ഭാരങ്ങളാൽ ഞാൻ അലഞ്ഞപ്പോൾ, ലക്ഷ്യമില്ലാത്തോണി പോലെ ഞാൻ വലഞ്ഞപ്പോൾ, എൻ പടകിൽ അമരക്കാരനായി യേശു വന്നു, മറുകര ലക്ഷ്യമാക്കി എന്നെ നയിക്കുന്നു. എൻ പടകിൽ അമരക്കാരനായി യേശു വന്നു, മറുകര ലക്ഷ്യമാക്കി എന്നെ നയിക്കുന്നു. ഹാലേലുയാ ഹാലേലുയാ. ക്രിസ്തീയ ജീവിതം എത്രയാനന്ദം. ഹാലേലുയാ ഹാലേലുയാ. ക്രിസ്തീയ ജീവിതം എത്രയാനന്ദം. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ ആ ഭക്തൻ ഹാലലുയ കർത്താവ് ഇന്ന് ഹാലലുയ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ പ്രഹ്ലാദൻ ജി അവറുകൾ എഴുതിയ ഗാനത്തിൻ്റെ വരികളാണ് ഞാൻ പാടിയത്. ഹാലലുയ. പ്രിയപ്പെട്ടവരെ, ഹാലലുയ ഓരോ ദൈവത്തിലും പറയാൻ കഴിയണം ഈ ദൈവം എൻ്റെ ദൈവമാണ്. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഹാലലുയ. ഈ ദൈവം നമ്മുടെ കർത്താവാണ്. ഈ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ആമേൻ. ഈ രക്ഷകൻ നമ്മുടെ ഹാലലുയ ആമേൻ ജീവൻ്റെ ദാതാവാണ്. ഈ രക്ഷകൻ നമ്മളെ ഹാലലുയ ആമേൻ ജീവൻ്റെ ഹാലലുയ സകല നന്മകളും ഒരുക്കി, സകല അനുഗ്രഹങ്ങളും നൽകി നമ്മളെ ജീവനെ ഹാലലുയ നിത്യതയിൽ എത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവം ഈ ഭൂമിയിൽ വേണ്ടുന്ന സകല നന്മകളും ഒരുക്കുമ്പോൾ തന്നെ ആമേൻ മനുഷ്യൻ്റെ ഹാലലുയ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയാതെ നിത്യതയിലെത്തിക്കുവാൻ യേശുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചാൽ സാധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഞാനത് വിശ്വസിക്കുന്നു. ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നതിൽ ഒരു ലജ്ജയും എനിക്കില്ല. എൻ്റെ ദൈവം ഒന്ന് ചങ്കത്തടിച്ച് ഞാൻ പറയും. എൻ്റെ ഏതവസ്ഥയിലും ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ എനിക്ക് കഴിയും. കർത്താവ് ഹാലലുയ ഏതവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ വന്നോട്ടെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരങ്ങളെ, ഈ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറയുവാൻ എനിക്ക് കഴിയും. ഞാൻ പറയും, ഞാൻ ജീവനുള്ള കാലത്തോളം പറയും, ദൈവമേ നീ എൻ്റെ ദൈവം, ഞാൻ അധികാലത്തെ നിന്നെ അന്വേഷിക്കുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനല്ലേ പറഞ്ഞേ? ആമേൻ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ദൈവം തമ്പുരാൻ നമ്മുടെ ദൈവമാണ്. ഈ കർത്താവ് നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്ന ദൈവമാണ്. ആമേൻ. പഴയ നിയമത്തിൽ യോശുവയുടെ പുസ്തകം ഹാലലുയ ആമേൻ ചില വാക്കുകൾ വായിക്കുകയാണ്. ആമേൻ. 7-ാം വാക്യം 1:7. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിനെ
നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിനെ ആമേൻ. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് ആമേൻ. ഇത് ഒന്നുകൂടെ നിങ്ങൾ നിർത്തി വായിക്കണം. അതിൽ എഴുതിയിരിക്കേണ്ടത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. നീ ആമേൻ. നിന്റെ ദൈവമായ യഹോവ, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഈ ദൈവം നിങ്ങളുടെ ദൈവമായി തീരട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിത സഹോദര സഹോദരി, പുതിയ നിയമവും അത് പറയുന്നു. ആമേൻ. ഈ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ ഓരോ ദൈവവും ഇതിലും കഴിഞ്ഞിരിക്കണം. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ഓരോ വചനവും വിട്ടുമാറാതെ നീ ആമേൻ ഇത് ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ എന്നാൽ നീ കൃതാർത്ഥനായി തീരുക മാത്രമല്ല, നിന്റെ ദൈവമായി നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഉള്ളതുകൊണ്ട് ഉറപ്പും ഏത് പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും ഈ ദൈവം നിന്നോട് കൂടെയുണ്ടെന്നും ആമേൻ ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാം, നിത്യരാജ്യത്തെത്താം, സ്വർഗത്തിൽ പോയിടാം. അദ്ദേഹം തന്നെ തിരുപ്പാട്ടാണ്. ആമേൻ. ദൈവത്തെ സ്നേഹിച്ചിടാം, കൽപ്പനയനുസരിക്കാം. പാസ്റ്റർ പ്രഹ്ലാദൻ എഴുതിയ പാട്ടാണ്. നേർവഴിയിൽ നടക്കാം, സ്വർഗത്തിൽ പോയിടാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, ജീവോത്സവത്തിൽ നമ്മുടെ പേരെഴുതി ചേർക്കുവാൻ ആമേൻ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഇന്ന് പോൽക്കാലം കേരളം മുഴുവൻ വെള്ളത്താൽ ആമേൻ പെട്ടെന്നുണ്ടായ പെരുമഴയിൽ പ്രകൃതി ദുരന്തത്തിൽ അനേക സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ആമേൻ റാന്നി ഭാഗവും ഒത്തിരി പ്രയാസങ്ങൾ. ഇത് ഞാൻ താമസിക്കുന്ന പത്തനംതിട്ടയിലെ ആണെങ്കിലും എൻ്റെ സഹോദരങ്ങളൊക്കെ ദുരിതത്തിലാണ്. സർവശക്തനായ ദൈവം അവരെ ദൈവം സഹായിക്കേണ്ടതിന് ആമേൻ. പെരുമഴയായി തീരാതിരിക്കേണ്ടതിന്, എല്ലാ കഷ്ടങ്ങളും അവരെ വിടുവിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ ദൈവമേ, ആമേൻ. കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനത്തെ ദൈവം വിടുവിക്കണമേ. ആമേൻ. ഇന്നത്തെ ദിവസം ആരാധനയ്ക്കായി കടന്നു പോകുന്ന ജനത്തെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വിശുദ്ധ ആരാധന അനുഗ്രഹിക്കണമേ. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കഷ്ടതയിലായിരിക്കുന്ന ജനങ്ങളെ ദൈവം തമ്പുരാൻ ഉദ്ധരിക്കണമേ. ആമേൻ. കർത്താവേ, മഴ ഞങ്ങൾക്ക് വേണം, പെരുമഴയായി തീരാതിരിക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കണമേ. മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ സഹോദരങ്ങളെ. ഗോഡ് ബ്ലസ് യു.